ഇന്ന് നമ്മുടെ ദുബായിലത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിയോട് വിട പറയുകയാണ്. ഡ്യൂട്ടിക്കും കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. കാലത്ത് നിറച്ച് വെച്ച വെള്ളമാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി നല്ല കുറവാണ് എനിക്ക്, അതുകൊണ്ട് അത് അളന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുപ്പി വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് കാലത്ത് വെച്ച വെള്ളം ഇതുവരെ ഹാഫ് ആയിട്ടുള്ളൂ. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്, വീക്കെൻഡും ആണ്. നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കേട്ടോ. ഓഫീസിൽ നിന്ന് വേഗം ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 5 മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി. 5:05 ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. ലിഫ്റ്റ് നോക്കിയപ്പോൾ ലിഫ്റ്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ വേഗം സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഇന്നാണ് നമ്മളുടെ ലാസ്റ്റ് ദുബായിലത്തെ ഡേ എന്നല്ലേ. അതെ, ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ദുബായിലത്തെ ഡേ. കാരണം നമ്മൾ ദുബായിൽ നിന്ന് മൂവ് ചെയ്യാണ്. എവിടേക്ക്? മുവൈല ഷാർജയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ. ഒരു ഹറിബറി ആയിട്ട് ഒരു 2 ദിവസം 3 ദിവസം അത്രയ്ക്ക് പോലുമില്ല, അങ്ങനെ ഉണ്ടായ തീരുമാനമാണ് മുവൈല ഷാർജയിലേക്ക് നമ്മൾ ഇവിടുന്ന് ദുബായിൽ നിന്ന് പോകാനുള്ളത് കേട്ടോ. അതൊരു വലിയ നീണ്ട കഥയാണ്. എന്നാൽ ഞാൻ ചെറുതാക്കി ചുരുക്കി പറയാം കേട്ടോ. ഉണ്ണികളുടെ സ്കൂളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്ന് വെച്ചാൽ 550 ദർഹമാണ് കേട്ടോ. അവർക്ക് ട്യൂഷൻ ഫീനേക്കാളും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഫീ ആണ്. അപ്പം ഞാനും ചേട്ടനും ഈ ഒരു ഫാമിലി ബഡ്ജറ്റിൻ്റെ ഇങ്ങനെ ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഉണ്ണികൾക്ക് സൗകര്യപ്രദവും പിന്നെ ഫീസ്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഒന്ന് മൂവ് ചെയ്താലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഉണ്ണികളുടെ സ്കൂളുള്ളത് കിസൈസിലാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഓഫീസിലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ കിസൈസിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് എങ്ങനെയാണ് അവിടെ വന്നത്, എങ്ങനെയാണ് റൂമിൻ്റെ റെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമുക്കും തോന്നി ഓക്കെ നമുക്കും ഓക്കെ ആണല്ലോ, അങ്ങനെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അത് 1 വീക്കിനുള്ളിൽ അത് നമുക്ക് റൂം കിട്ടുമെന്നേക്കും പറഞ്ഞു. നമ്മുടെ ബ്രോക്കർ അങ്ങനെയാണ് പറഞ്ഞത്. നമുക്കും അറിയില്ല ബ്രോക്കർ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഭാഗ്യക്കേട് എന്ന് പറയില്ലേ, നിർഭാഗ്യം എന്ന് പറയണ പോലെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു. ആ വീട്ടിലേക്കുള്ള ഫർണിച്ചർ അടക്കം നമ്മൾ പോയി നോക്കി, അവരുടെ നമ്പർ അടക്കം വാങ്ങിച്ചു. അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയണത് നമ്മുടെ കയ്യിൽ നിന്ന് ആ റൂം പോയിന്ന്. നമുക്ക് തരാൻ വെച്ചിരുന്ന ആ റൂം അത് വേറെ ആർക്കോ വേറൊരു ബ്രോക്കർ മുഖേന അങ്ങനെ പോയിന്നിക്കും പറഞ്ഞ്. അങ്ങനെ എന്തെന്നാ പറയുന്നത്, നമ്മളുടെ റൂം അങ്ങനെ നമുക്ക് നഷ്ടമായി. അപ്പം നമുക്ക് വേറൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന ഇൻ്റർനാഷണൽ സിറ്റിയിലാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ റൂം ഇറങ്ങണേക്കാളും ഒരു 10-15 ദിവസം മുന്നേ നമ്മളുടെ ഈ ഓണറിനോട് നമ്മൾ പറയണമല്ലോ, നമ്മൾ ഈ അടുത്ത മാസം മുതൽ നമ്മൾ ഇവിടുന്ന് മാറാമെന്ന് നമ്മൾ പറയണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ അത് പറയുകയും ചെയ്തു. കാരണം ആ റൂം കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു 80% ഓക്കെ ആയിരുന്നു. അപ്പം നമ്മളിത് ഇവിടെ പറയുകയും ചെയ്തു, നമ്മളിങ്ങനെ വേറെ റൂം നോക്കുന്നുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 1 കൂടി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ റൂമിലത്തെ ചേട്ടൻ, അവർക്കും കച്ചവടമാണല്ലോ, അവർക്കും ഇത് വേണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർക്ക് ഫെബ്രുവരി മുതൽ വേറൊരാൾ നോക്കണം. അപ്പോൾ അവരും നോക്കി തുടങ്ങി ഈ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന റൂമിലേക്ക്. അങ്ങനെ എന്തെന്നാ പറയുന്നത്, ഇപ്പോൾ താമസിക്കുന്ന റൂമിലേക്ക് ആൾക്കാർ വന്നു. അവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ റൂം ഇഷ്ടമായി. അവരപ്പോൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഫെബ്രുവരി 1 മുതൽ ഈ റൂമിലേക്ക് വരാമെന്ന്. അപ്പോഴും നമ്മളുടെ റൂം അങ്ങോട്ട് ശരിയായിട്ടില്ലല്ലോ. ആ റൂമാണെങ്കിൽ നമ്മുടെ പോവും ചെയ്തു, ഈ റൂമാണെങ്കിൽ വേറെ ആൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ എന്തെന്നാ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ നടുവിലായിട്ട് പെരുവഴിയിലായി എന്ന് സാരം. അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ച്, റൂമുമില്ല, എന്ത് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഉണ്ണികൾക്കും വയ്യാണ്ടായി. അങ്ങനെ എന്തെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ജനുവരി മാസം എനിക്ക് തീരെ ഇലക്കില്ലാത്ത ഒരു മാസമാണ് കേട്ടോ. പറയുമ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ ബർത്ത്ഡേ, ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ജനുവരിയിലാണ് വന്നത്. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അന്നത്തെ ദിവസത്തേക്ക് നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേങ്കിൽ എന്തോ സംതിങ് ഒരു മാനസികമായ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ടും ഉണ്ണികൾക്ക് വയ്യാണ്ടാവുക, അങ്ങനത്തേക്ക് ഒരു അവസ്ഥയായിരുന്നു ജനുവരി. എനിക്കെന്തോ ഇത് ജനുവരി മന്ത് എനിക്ക് ഇത്ര ലക്കല്ല എന്ന് തോന്നുന്നു ഈ വർഷം കേട്ടോ. ഫെബ്രുവരി നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു മാസമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് മുഖേന മൊബൈലിൽ ഒരു റൂം ഏകദേശം ശരിയായി. അപ്പോൾ നമ്മൾ ആ റൂം ചേട്ടൻ ഡയറക്റ്റ് ഓഫീസിൽ നിന്ന് പോയി റൂം കണ്ടു, അപ്പം തന്നെ അത് ഉറപ്പിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചടുപിടുന്നതിനാ റെഡി ആയിട്ടോ. കാരണം റൂം നമുക്ക് മസ്റ്റായിട്ടും വേണമല്ലോ. അപ്പോൾ ഇന്നാണ്
ആ ഒരു ദിവസം ഇന്ന് നമ്മൾ ഫുള്ള് കാര്യങ്ങൾ പാക്ക് ചെയ്ത് ഇന്ന് നമുക്ക് പോകാൻ പറ്റില്ല. നാളെ ഒരു കാലത്തോടു കൂടി നമ്മൾ ഉച്ചയോട് കൂടി നമ്മൾ പോകും. നാളെ വേറൊരു പണിയുണ്ടെന്ന് വെച്ചാൽ ഉണ്ണികളുടെ ട്രാൻസ്പോർട്ടേഷൻ മാറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ കാലത്ത് തന്നെ നമുക്ക് ഉണ്ണികളുടെ സ്കൂളിൽ പോയിട്ട് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിക്ക് ഞാൻ ഒന്നും കൂടി കഴുകി വേറൊരു കബോർഡിലാക്കി വെച്ചു. പിന്നെ തുണികളെല്ലാതും മടക്കി വെച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാക്കിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി നാളെ എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കിത് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയാണോ നമുക്ക് റൂം കിട്ടുന്നത് അതേപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ ഉണ്ണികളൊക്കെ ഉള്ളൊരു വീട്ടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവിടെ ഇവിടേക്ക് എന്തെങ്കിലും കോറിട്ടുണ്ടാവും. നമ്മൾ അവരോട് പറഞ്ഞാലും നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും എവിടെയെങ്കിലേക്കും ഒരു കറയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ നാളെ ഒരു പെസ്റ്റ് കൺട്രോളിനും പെയിൻ്റ് അടിക്കാനേക്കും ഒരാൾക്കാർ വരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് വരാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി താഴെ തറയ്ക്ക് ഒന്നും കൂടി ഡീപ്പായിട്ടൊന്നും കൂടി ക്ലീൻ ചെയ്യണം. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ബാൽക്കണി, ഞാനിവിടെ അടുക്കളയും ഇതൊക്കെ ക്ലീൻ ആക്കുമ്പോഴേക്കും ചേട്ടൻ അവിടെ ബാൽക്കണിക്കും പോയി ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ ബാത്റൂം ചെറുതാക്കിയിട്ട് ക്ലീൻ ആക്കി, അത് ഒന്നും കൂടി ക്ലീൻ ആക്കാണ്ട്. അതിപ്പോൾ നാളെ കാലത്ത് നമ്മുടെ കുളിക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ലാസ്റ്റ് ടൈം ഒന്നും കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ബാത്റൂമും ഓക്കെ ആയി. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളായിട്ട് ഈ സാധനങ്ങളേക്കും നല്ലപോലെ നമ്മൾ എല്ലാ ആഴ്ചയും കഴുകുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്നില്ലല്ലോ. അത് ഫുള്ള് സാധനങ്ങൾ ഫുള്ള് വാരി വലിച്ചിട്ട് ഓരോന്നായിട്ട് വേറൊരാൾ വരും. നാളെ തന്നെ ഈ റൂമിലേക്ക് വേറെ ആൾ വരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഉണ്ണികൾ രണ്ടാൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഉണ്ണികളുടെ ബുക്കും അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവർ തന്നെ കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാവങ്ങൾ കേട്ടോ, എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ചേട്ടനും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. കുറേ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഭാഗം ഒതുക്കും, ആ വേസ്റ്റ് കൊണ്ട് കളയും. അതായിരുന്നു ചേട്ടൻ്റെയും ഉണ്ണികളുടെ വേറൊരു ഡ്യൂട്ടി കേട്ടോ. അങ്ങനെ വേസ്റ്റ് നമ്മൾ റൂമിലേക്ക് ഇങ്ങനെ ഒരേ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ആക്കി ഒതുക്കി വെച്ച് വരാം. അപ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അപ്പോൾ തന്നെ നമ്മളതെടുത്ത് കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ റൂമിൽ അങ്ങനെ ഒരു ചെറിയൊരു ഇത് പോലും ഇരിക്കേണ്ട, ഫുള്ള് ക്ലീനാക്കി ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ അടുക്കള ക്ലീൻ ആയിട്ടുണ്ട്. കിച്ചണിലത്തെ എല്ലാ കബോർഡുകളും താഴെയും അതേപോലെ തന്നെ എല്ലാം അത് നല്ലപോലെ സോപ്പ് ഇട്ടിട്ട് നല്ല ഉരച്ച് കഴുകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലോറോക്സ് ഇല്ല, അതും കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എല്ലായിടത്തും അതിൻ്റെ സ്ലാബിൻ്റെ അവിടെയും അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓയിലിൻ്റെ ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കറിൻ്റെ പ്രഷർ കുക്കറൊക്കെ അടിക്കുമ്പോൾ എന്തെങ്കിലും തെറിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഡീപ്പ് ക്ലീൻ അതുകൊണ്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇങ്ങനെ ചെയ്ത് കുറേ നേരം ആയല്ലോ. പാത്രങ്ങളും ഇതൊക്കെ കഴുകുമെങ്കിൽ കൈക്ക് ലാസ്റ്റ് കഴിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ചേട്ടൻ വന്ന് ചേട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നോട്ട്. ഇന്ന് വന്നപ്പോൾ മുതലേ തുടങ്ങിയ പണികളാണല്ലോ. ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ക്ലീനിങ്ങിന് വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പാത്രങ്ങളെല്ലാം നമ്മളെടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് പെട്ടിലാക്കി വെച്ചു. ഇനി ഒരു കുക്കിങ്ങും ഇല്ല, ഇന്നത്തെ രാത്രിയും കുക്കിംഗ് ഇല്ല, നാളെ കാലത്തും നമുക്കൊന്നും കുക്കിംഗ് ഇല്ല കേട്ടോ. അപ്പോൾ ചേട്ടനപ്പോൾ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമക്കറി ഓർഡർ ചെയ്തു. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. രണ്ടാളും കൂടി ഉണ്ണികൾക്കും കൊടുത്തു, അവരും കൂടി കഴിച്ചു. ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വേഗം രണ്ടാളും കൂടി ആകുമ്പോൾ വേഗം ചെയ്തു തരും. ഒരാൾ തന്നെയാകുമ്പോൾ നമുക്കത് ഭയങ്കര ബോറടി ആവും ചെയ്യും, നമുക്ക് ക്ഷീണം കൂടും ചെയ്യും. അങ്ങനെ ചേട്ടനും കൂടി വന്നപ്പോൾ അത് വേഗം പണികൾ തീർന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള ക്ലീനിങ് നാളെ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.